പാസ്പോർട്ട് വിസ സേവനത്തിന് യുഎഇയിലെ പ്രവാസികൾ അനുഭവിക്കുന്ന ദുരിതം പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. പാസ്പോർട്ട് സേവനങ്ങളിലെ കാലതാമസവും പ്രതിസന്ധിയും കേന്ദ്ര സർക്കാർ ഇടപെട്ട് പരിഹരിക്കണമെന്ന് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ആവശ്യപ്പെട്ടു. വിവിധ എമിറേറ്റുകളിൽ വിപുലമായ കോൺസുലാർ സേവനങ്ങൾ ഒരുക്കണമെന്ന് വിവിധ സംഘടനാ പ്രതിനിധികൾ നിർദ്ദേശിച്ചു. പാസ്പോർട്ട് വിസ കോൺസുലാർ സേവനങ്ങൾക്ക് അൽ ഹിന്ദ് ടൂർസ് ആൻഡ് ട്രാവൽസിന് നൽകിയിരുന്ന കരാർ ഡൽഹി ഹൈക്കോടതി റദ്ദാക്കിയതോടെയാണ് യുഎഇയിലെ പ്രവാസി ഇന്ത്യക്കാർ ദുരിതത്തിലായത്. മുൻപ് സേവനം നൽകിയിരുന്ന BLS, SGIVS എന്നിവയുടെ കരാർ കാലാവധി അവസാനിക്കുക കൂടി ചെയ്തതോടെ ഇന്ത്യൻ എംബസിയും ദുബായിലെ കോൺസുലേറ്റും മാത്രമാണ് ആശ്രയം. എന്നാൽ 45 ലക്ഷത്തോളം ഇന്ത്യക്കാർ താമസിക്കുന്ന യുഎഇയിൽ ഇത്തരം സേവനങ്ങൾ നൽകാൻ ഈ രണ്ട് സ്ഥാപനങ്ങൾക്ക് മാത്രമായി കഴിയില്ല. അതുകൊണ്ട് തന്നെ നിരവധി പേർ ദുരിതത്തിലാണ്. ഡൽഹി ഹൈക്കോടതി വിധിക്കെതിരെ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയോ ബദൽ സംവിധാനം ഒരുക്കുകയോ വേണമെന്നാണ് പ്രവാസികളുടെ ആവശ്യം. ഇതിനു മുമ്പ് BLS ഉള്ള സമയത്ത് പല കേന്ദ്രങ്ങളിലായി പാസ്പോർട്ട് സർവീസുകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അത് മാറ്റിക്കൊണ്ട് അൽ ഹിന്ദ് എന്ന ഒരു കമ്പനിക്ക് കൊടുത്തപ്പോൾ അതിൻ്റെ നിയമപരമായ കേസുകൾ ഇന്ത്യയിൽ നടക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് 16ഓളം കേന്ദ്രങ്ങളിൽ വലിയ സജ്ജീകരണത്തോടുകൂടി പാസ്പോർട്ട് സർവീസ് തുടങ്ങാൻ അതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയെങ്കിലും കഴിഞ്ഞ ജൂലൈ 2 മുതൽ വീണ്ടും കൗൺസിലേറ്റും എംബസിയെയും മാത്രം ആശ്രയിക്കുന്ന ഒരു സ്ഥിതിയിലാണുള്ളത്. ഇത് അങ്ങേയറ്റം ദുഷ്കരമായ രീതിയിലേക്ക് പ്രവാസികളുടെ ജീവിതത്തെ മാറ്റിയിരിക്കുകയാണ്. 1 മാസത്തിനുള്ളിൽ പുതിയ ടെൻഡർ നടപടികൾ തുടങ്ങാനാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. ടെൻഡർ വിളിച്ച് കരാർ നൽകി നടപടികൾ പൂർത്തിയാക്കാൻ മാസങ്ങൾ വേണ്ടിവരും. അതുവരെ പ്രവാസികളെ ദുരിതത്തിലാക്കരുതെന്നാണ് പ്രവാസി സംഘടനകളുടെ നിർദ്ദേശം. പ്രവാസികളുടെ ദൈനംദിന പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പോലുള്ള അംഗീകൃത സ്ഥാപനങ്ങളുമായി സഹകരിച്ച് സേവന കേന്ദ്രങ്ങൾ തുടങ്ങണമെന്ന് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. BLSന്റെ സേവനം ഔദ്യോഗികമായി നിർത്തിയതിനു ശേഷം പുതുതായി അഗ്രിമെന്റ് ഏറ്റെടുത്ത അൽ ഹിന്ദ് ഗ്രൂപ്പിന് ഇതുവരെ പ്രവർത്തനം തുടങ്ങാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വലിയ ആശങ്കയാണ് എന്നെപ്പോലുള്ള പല എന്റർപ്രണർമാരും നേരിടുന്നത്. കാരണം നമ്മളുടെ സ്റ്റാഫുകൾ നിരവധി പേരുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം അറ്റസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് നിരവധി പേരുടെ പാസ്പോർട്ടുകൾ യുഎഇയിലെ തന്നെ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിന്റെ നിരവധി പേരുടെ പാസ്പോർട്ട് റിന്യൂവൽ കാര്യങ്ങളെല്ലാം മുടങ്ങിയ അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. അടിയന്തര ഘട്ടത്തിൽ യാത്ര ചെയ്യേണ്ടവർക്കും സാങ്കേതിക തടസ്സങ്ങൾ നേരിടുന്നവർക്കും സഹായമെത്തിക്കാൻ പ്രത്യേക ഹെൽപ്പ് ഡെസ്ക് വേണമെന്നും അസോസിയേഷൻ നിർദ്ദേശിച്ചു. മാതൃഭൂമി ന്യൂസ്, ദുബായ്.